ഹലോ ഹാഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഗ്രോ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കിച്ചണിക്കാണെങ്കിലും നമ്മൾ വീട്ടിലേക്കാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഇത് കാണാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ലേ. അവർക്ക് പറ്റിയ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാൻ ഗ്രോ സ്റ്റോറിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു 10-20 പ്രോഡക്റ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്കും കിച്ചണിക്കും നമുക്ക് സ്വന്തമായിട്ടും ഒക്കെ ഉപകാരപ്പെടുന്ന നല്ല അടിപൊളി പ്രോഡക്റ്റ്സാണ് കേട്ടോ. അപ്പം നമുക്ക് വേഗം തന്നെ പ്രോഡക്റ്റുകൾ കാണാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നതാ ഇതുപോലത്തെ ഒരു ലൈറ്ററാണ് കേട്ടോ. ഈ ലൈറ്റർ നമ്മൾ പ്രവർത്തിപ്പിക്കേ ഇതിൻ്റെ ഈ ബട്ടൺ ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു സാധനം ഇങ്ങനെ നെക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇതിൻ്റെ കൂടെ തീ വരുന്നത് ഇങ്ങനെയാണ് ഇത് കത്തിക്കുക കേട്ടോ. പിന്നെ ഇതിനൊരു സി ടൈപ്പ് ചാർജർ ഇതിൻ്റെ കൂടെ കിട്ടും കേട്ടോ. ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന സാധനം. പിന്നെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് ഇങ്ങനെ വളക്കാനൊക്കെ പറ്റും. ഇപ്പം നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു ക്യാൻഡിലൊക്കെ ഉണ്ടാവില്ലേ, ഇതിൻ്റെ ക്യാൻഡിലൊക്കെ വെച്ച് കേടാൻ നിൽക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ക്യാൻഡിലൊക്കെ നമുക്ക് കത്തിക്കാൻ പ്രയാസമല്ലേ. പക്ഷെ അത് ഇങ്ങനെ കത്തിക്കാൻ പറ്റും. കണ്ടോ കത്തിയത്. അടുത്ത ഇതുപോലത്തെ ഒരു ലെതർ പേഴ്സാണ് കേട്ടോ. ഈ പേഴ്സിൻ്റെ അകത്തേ കുറേ അറകളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പലതരം കാർഡുകൾ വെക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ആധാർ കാർഡ്, പിന്നെ 2 ഹോസ്പിറ്റൽ കാർഡ്, പിന്നെ ഈ നമ്മൾ വിസിറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ എടുത്തു വെക്കാൻ പറ്റും കേട്ടോ. ഇത് ഒരേപോലെ ആണുങ്ങൾക്ക് ഉപയോഗിക്കാം, പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മളെ ഹാൻഡ് ബാഗിലൊക്കെ ഇതുപോലെ ഇങ്ങനത്തെ ഈ കാർഡുകളൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമുക്കിത് ഹാൻഡ് ബാഗിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ കാർഡുകളൊക്കെ അവിടെ ഇടിക്കൊടുമ്പോൾ ഒക്കെ ചിന്തിച്ചിതിരി പോകില്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ നല്ലൊരു അടിപൊളി പേഴ്സാണ്. ഇതിൻ്റെയൊക്കെ വില ഞാൻ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് നല്ലൊരു അടിപൊളി എഗ് ആണ് കേട്ടോ. ഒരേ സമയം 30 മുട്ടകൾ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളും. നമുക്കിത് മുട്ടകൾ അവിടെ ഇവിടെ വെച്ചിട്ട് പൊട്ടുന്നതും തട്ടുന്നതും ഒന്നും ടെൻഷൻസ് വേണ്ട. ഇത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ഈസി ആയിട്ട് എഗ്ഗുകൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തത് നമ്മൾ കാണാൻ പോണതേ ഇതുപോലത്തെ ഒരു ഷൂ കവറാണ് കേട്ടോ. നമ്മളൊക്കെ വീട്ടിൽ നമുക്ക് വില പിടിച്ച ചെരുപ്പുകളും ഷൂകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കഴുകിയിട്ട് തുടച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് പൊടി പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവും അല്ലേ. അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. ഇത് നമ്മൾ ഷൂവിൻ്റെ ചിഹ്നമാണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും എല്ലാ ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇത് ഇന്നുമോളുടെ പുതിയ ഹീൽസാണ്. ഹീൽസും നമ്മൾ എപ്പോഴും ഉപയോഗിക്കില്ലല്ലോ. ഇതിപ്പോൾ ചെറുതായിട്ടൊരു വെൽവെറ്റിൻ്റെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇത് തുടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഷൂകൾ ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ട് നമ്മളിതാ ഇങ്ങനെ അങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ട് ഇതാണ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കാലം നമുക്ക് പൊടിയോ പൂപ്പലോ ഒന്നും വരാതെ നമുക്ക് നമ്മളെ ചെരുപ്പുകൾ അടിപൊളിയായിട്ട് എടുത്തു വെക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ പെഡിക്യൂർ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഈ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലത്തെ ഒരു പെഡിക്യൂർ ചെയ്യുന്നൊരു സംഭവം ഉണ്ടാവും. പിന്നെ കുറച്ചുകൂടി ഹാർഡായ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചാർജറും കിട്ടും കേട്ടോ. ഇത് സി ടൈപ്പ് ചാർജറാണ്. ഇതിൽ ഇങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷൻ കവർ ഉണ്ട് കേട്ടോ. ഈ പ്രൊട്ടക്ഷൻ കവർ നമ്മളിതാ ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഈ ഒരു സാധനം ഇങ്ങനെ ഓൺ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കാല് നന്നായിട്ട് വൃത്തിയാക്കാൻ പറ്റും കേട്ടോ. ഉപയോഗം നമ്മൾ ജസ്റ്റ് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ. പൊടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു കാലസ് റിമൂവറാണ്. പിന്നെ അടുത്തത് ഇതുപോലത്തെ ഇതൊരു ഫേഷ്യൽ ഹെയർ റിമൂവറാണ് കേട്ടോ. ഇതിൽ നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഇതാണ് ഈ സംഭവം കേട്ടോ. ഇത് നമുക്ക് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനുള്ള സംഭവമാണ്. ഇതുപോലെ ഇങ്ങനെ തുറന്ന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ ഒരു സംഭവം. ഇത് ഓണാക്കാൻ വേണ്ടി ഈ ഒരു ബട്ടൺ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓൺ ആവും കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കിങ്ങനെ ഫേഷ്യൽ ഹെയർ ഇങ്ങനെ റിമൂവ് ചെയ്യാം. ഇതിൻ്റെ ഇവിടെ ചെറിയൊരു ലൈറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇരുട്ടത്തൊക്കെ പോയിട്ട് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ നമുക്കിത് കാണാനും പറ്റും കേട്ടോ. ഇത് നമുക്ക് മാർക്കറ്റിൽ പല വിലക്കും അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് അഫോർഡബിൾ ആയിരിക്കും എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഈ ഒരു സാധനം നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ചാർജറും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. കണ്ടോ ഇങ്ങനത്തെ ഒരു ചാർജ് ഇതിൻ്റെ കൂടെ ഫ്രീ ആയി കിട്ടണം. അപ്പോൾ ബാറ്ററി ഇട്ടിട്ട് മുടിയൊന്നുമില്ല, വീടിയൊന്നും വേണ്ട. പിന്നെ അടുത്തത് ഇതുപോലത്തെ ഒരു ഫർണിച്ചർ പ്രൊട്ടക്ഷൻ കുഷ്യനാണ് കേട്ടോ. ഇത് ഉപയോഗിക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴേ ഇതുപോലത്തെ സംഭവമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫർണിച്ചറിന് ആവശ്യമുള്ളത് എത്രയാണോ അത് നമ്മൾ അളന്നിട്ട് മുറിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ സ്റ്റിക്കർ ഉണ്ടാവും. അതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഈ ചെയറിൻ്റെ 4 ഭാഗത്തും ഒട്ടിച്ച് വെച്ചതാണ്. ഇത് നമുക്കിങ്ങനെ ഈ ചെയറൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ ടൈലിലൊന്നും ഇങ്ങനെ സ്ക്രാച്ച് വീഴത്തില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അടുത്ത നമ്മൾ പ്രൊഡക്റ്റേ നമ്മൾ ഈ ഫർണിച്ചറൊക്കെ നമ്മൾ ചുമരുമ്പോൾ ഇങ്ങനെ മുട്ടിയിടുമ്പോൾ ഇവിടെ ഒരു വര ഇങ്ങനെ വീഴില്ലേ. ആ വര വീഴുന്ന നമുക്കിപ്പോൾ വര ഉണ്ടൊന്നുമില്ല, കാരണം ഇതിന് അധികം പേര് ഇരിക്കാറില്ല. പക്ഷെ നമ്മൾ സ്ഥിരം ഇരിക്കുന്ന ഫർണിച്ചറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഒരു വര വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വര വീഴാതിരിക്കാനുള്ള പ്രൊഡക്റ്റാണിത്. ഇത് ഇങ്ങനത്തെ ഒരു സിലിക്കണിൻ്റെ ഒരു സാധനമാണ് കേട്ടോ.
ഇത് കാണുമ്പോൾ ശരിക്കും ശരിക്കും കഴിക്കാതെ തോന്നുന്നു കേട്ടോ. പക്ഷെ ഇത് കഴിക്കല്ല വേണ്ടത്. ഇത് എങ്ങനെ ഉപയോഗിക്കാൻ ഞാൻ കാണിച്ചു തരാം. നമ്മളിതാ ഇങ്ങനെ എടുത്തിട്ടേ നമ്മളിത് ഫർണിച്ചറിൻ്റെ ഏത് ഭാഗമാണോ നമ്മളിത് തട്ടുന്നത് ഇതിതാ നമ്മളിത് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. ഒന്ന് കുറച്ചിതാ ഈ രീതിക്ക് നമ്മൾ ഒട്ടിക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ ഒട്ടിക്കുക. അപ്പോൾ നമ്മളിതാ ഇതിങ്ങനെ നമ്മൾ ഈ ചുമരുമ്പൊക്കെ ഇതിങ്ങനെ മുട്ടിച്ചിടൂലേ. ഈ ഒരു സാധനം ഇത് തമ്മിൽ ഈ ചുമരുമായിട്ടുള്ള കണക്ഷൻ വരില്ല. അപ്പോൾ നമുക്ക് ഈ നല്ല ശരിക്കും ഇത് ചുമരുമ്പൊക്കെ മുട്ടി നിൽക്കാത്ത കാരണം കൊണ്ട് ഇവിടെ ഇങ്ങനെ വരയും വീഴില്ല കേട്ടോ. പിന്നെ അടുത്തത് ഇതുപോലത്തെ ഒരു ചെറിയൊരു ലാമ്പാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാൻ എങ്ങനെ ഉപയോഗിക്കാതെ കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഇങ്ങനെ ഒരു ഈ ടൈപ്പ് ചാർജറും കിട്ടും കേട്ടോ. ഇതൊരു മൾട്ടിപർപ്പസ് ലാമ്പാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് എവിടെയാണോ ആവശ്യം അതുപോലെ അവിടെ കൊണ്ടുപോയി ഒട്ടിച്ചാൽ മതിയാവും. അതല്ലാതെ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാനുള്ള സെറ്റപ്പും ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ നമുക്ക് ഈ അടുക്കളൻ്റെ ഉള്ളിലത്തെ ഈ ഒരു ഭാഗത്തൊക്കെ ഇരുട്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നല്ല വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുറക്കുമ്പോൾ മാത്രം ഇതിൻ്റെ അകത്ത് വെളിച്ചം ഉണ്ടാവും കേട്ടോ. ഇത് നമുക്ക് കിച്ചണിൽ മാത്രമല്ല, അത് ഹാളിൽ വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ ഹാളിൽ ചുമരിൻ്റെ താഴെ വെക്കാം. മേക്കപ്പ് ചെയ്യുമ്പോൾ കണ്ണാടിൻ്റെ വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇതിൽ ഓൺ എന്നുള്ളതും പിന്നെ ഓട്ടോമാറ്റിക് എന്നുള്ളതും 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാരൊക്കെ അടുത്ത് വരുമ്പോൾ സെൻസർ ചെയ്തിട്ട് ഇത് വെളിച്ചം തരും. അങ്ങനെ ഒരു നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. അടുത്ത ഇതാണ് ഇതിനൊക്കെ മസ്റ്റ് ഹാവ് ആയിട്ടുള്ള, എനിക്ക് നല്ല എല്ലാവർക്കും മസ്റ്റ് ഹാവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ചില സ്ഥലത്ത് നമ്മൾ ഇങ്ങനത്തെ സ്വിച്ച് ബോർഡ് മാത്രം ഉണ്ടാവും, അടിയിൽ സ്റ്റാൻഡോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സാധനം മേടിക്കണം. നമ്മളിത് ഇങ്ങനെ വെക്കണം. നമ്മൾ ഈ ഇതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പ്ലഗ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡായി നമുക്കതിന്മേ ചാർജിന് കുത്തിച്ചിട്ട് ഫോൺ ഇങ്ങനെ വെക്കാം. കണ്ടോ, ചാർജർ നമുക്ക് ഇതുപോലത്തെ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം. കൂടെ നമുക്ക് ഈ ചാർജർ യൂസ് ചെയ്തിട്ട് നമുക്ക് വേറെ എവിടെയും വെക്കേണ്ട അവസ്ഥ കിട്ടുന്നില്ല എന്നുണ്ടാ ഇങ്ങനെ വെച്ചാൽ മതി. വെച്ചാൽ ഫോൺ നല്ല സേഫായിട്ടിരിക്കും. യെസ്. പിന്നെ ഈ ഒരു സംഭവം നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് നാരങ്ങ പിഴിയണ സാധനമൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇത് നമുക്ക് എഗ്ഗിൻ്റെ യെല്ലോയും വൈറ്റും ഉണ്ടാവില്ലേ, അത് രണ്ടും വേർതിരിക്കുന്ന സാധനമാണ് ഇത് കേട്ടോ. നമ്മൾ കുക്കൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില കുക്കിങ്ങിൽ എഗ് വൈറ്റ് മാത്രം മതിയാവും, അല്ലെങ്കിൽ യോക്ക് മാത്രം മതിയാവും. അപ്പോൾ അത് രണ്ടും വേർതിരിക്കുന്ന സാധനമാണ് ഇത്. ഇതിൻ്റെ പൈസ ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരു മോപ്പ് കേട്ടോ. ഇത് നമുക്ക് തറ വേണമെങ്കിൽ തുടക്കാം. പക്ഷെ ഇത് തറ തുടക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നമുക്കിങ്ങനെ നമ്മൾ ചില ആൾക്കാരൊക്കെ വീടിൻ്റെ ഇങ്ങനെ ചുമര് ടൈലായിരിക്കുമല്ലോ. അപ്പോൾ ഈ ചുമര ടൈലുമത്ത് ഇങ്ങനെ തുടക്കാൻ പറ്റിയ സാധനമാണിത്. നമുക്ക് ഇങ്ങനെ ഈ കയ്യെത്താത്ത ഭാഗത്ത് ഈ ടൈൽസൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ തുടക്കാം. പിന്നെ നമുക്ക് ഈ ബാത്റൂമിൻ്റെ ചുമരുണ്ടാവില്ലേ, ഈ ബാത്റൂമിൻ്റെ ചുമരിലൊക്കെ തുടക്കാൻ പറ്റിയ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. നല്ല നാരുകളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിതാ വീണ്ടും ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് നമുക്കിതാ ഇങ്ങനെ നന്നായിട്ട് തുടച്ചു കൊടുക്കാം കേട്ടോ. അടുത്ത നമ്മൾ ഒരു ഗ്ലാസിൻ്റെ ഓയിൽ ഡിസ്പെൻസറാണ് കേട്ടോ. ഇത് ഞാൻ മുമ്പും കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എണ്ണ തടവുന്ന ബ്രഷ് കാര്യങ്ങൾ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് എത്രയാണോ ആവശ്യം എണ്ണ അതിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇതിങ്ങനെ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടി എണ്ണ നമുക്ക് ഒഴിക്കേണ്ട കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും. നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് ചപ്പാത്തി മാവ്, പത്തിരി മാവ് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുക എപ്പോഴും തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ടാണ്. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചാൽ നമുക്ക് ഒരിക്കലും കൈ കൊണ്ട് തൊടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതൊന്ന് സെറ്റായ ശേഷം നമുക്ക് കൈ കൊണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് സെറ്റാക്കിയാൽ മതിയാവും. അതേപോലെ തന്നെ പത്തിരി ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടിയൊക്കെ വാട്ടാനും ഇത് നല്ല ഹെൽപ്ഫുള്ളായ ഒരു പ്രൊഡക്റ്റാണ്. അടുത്തത് ഇതുപോലത്തെ ഒരു വൈപ്പറാണ് കേട്ടോ. ഈ വൈപ്പറിന് കുറേ പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു സാധനം നമുക്ക് ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ കട്ടിലിൻ്റെ അടിയിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിന് ഇത്ര നീളമൊന്നുമല്ല ഉള്ളത്. ഇതിന് നമ്മളിതാ ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ ഇത്ര നീളം വരും കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന സാധനം കേട്ടോ. ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു വൈപ്പറാണ്. സാധാരണ നമ്മൾ ഈ വൈപ്പറിനെ ഇതിൻ്റെ ഇവിടെ ഒരു ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. ഇതിൻ്റെ ഈ ബ്ലേഡ് ഉണ്ടല്ലോ, ഇത് നല്ല സിലിക്കൺ കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് വെള്ളമാണെങ്കിലും ശരി, നല്ല പൊടിയാണെങ്കിലും ശരി, ഇതൊക്കെ നമുക്കിങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് വരും കേട്ടോ. പിന്നെ ഇത് വേറൊരു അടിപൊളി സാധനം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതൊരു മാഗ്നറ്റ് ഹുക്സ് ആണ് കേട്ടോ. ഇത് 3 പീസിന് 66 രൂപയാണ്. ഇത് നമുക്ക് ഇരുമ്പുള്ള എല്ലാ സ്ഥലത്തും ഇത് ഒട്ടിയിരിക്കും. നമ്മൾ ജനലിൻ്റെ കമ്പിയൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഹുക്കൊക്കെ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ചാവി പോലത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ തൂക്കിടാൻ പറ്റും. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിലൊട്ടും, ഇങ്ങനെ ഇരുമ്പിൻ്റെ അലമാരിൻ്റെ മുകളിലൊട്ടും
നമ്മൾ ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിൽ അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ ഇതിൽ നമുക്കിങ്ങനെ തൂക്കിയിടാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ മൾട്ടി യൂസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇത് നമ്മൾ കിച്ചണിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിലിൻ്റെ കുപ്പി, ചെറിയ ചെറിയ ബോട്ടിൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡാണ്. ബാത്റൂമിൽ കൊണ്ടുപോയി വെക്കാം, ഷാമ്പൂ, നമ്മൾ ഫേസ് വാഷ്, സോപ്പ് അങ്ങനത്തെ സാധനങ്ങൾ വെക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ബാത്റൂമിൽ അത്യാവശ്യം സ്റ്റാൻഡുള്ള കാരണം കൊണ്ട് ഞങ്ങളിത് ഇവിടെ കേട്ടോ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫിറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് കൂടെ തന്നെ നമുക്ക് 2 ഹുക്ക് പോലത്തെ സ്റ്റിക്കർ കിട്ടും. നമ്മൾ ഈ ഹുക്സ് ഒട്ടിക്കുന്നത് ചുമരിലാണ് കേട്ടോ. അപ്പോൾ ഒട്ടിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചുമരൊക്കെ ഒന്ന് വൃത്തിയാക്കി അവിടെ വേറെ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഈ സ്റ്റിക്കറിൻ്റെ ഇതിങ്ങനെ റിമൂവ് ചെയ്തിട്ട് ചുമരിൽ ഒട്ടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിരിക്കുന്ന എയറൊക്കെ റിമൂവ് ചെയ്യണം കേട്ടോ. ഇതാ ഇങ്ങനെ നമുക്ക് തൂക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാളിൽ നമുക്ക് അത്യാവശ്യം സ്കിൻ കെയർ പ്രൊഡക്ട്സൊക്കെ ഇതുപോലെ യൂസ് ചെയ്യാം. പിന്നെ അടുത്ത് ഇതുപോലത്തെ ഒരു മൈക്രോ ഫാബ്രിക് ക്ലോത്താണ് കേട്ടോ. നമുക്ക് കിച്ചണിൽ യൂസ് ആക്കാൻ പറ്റുന്ന നല്ല ഒരു ക്ലോത്താണ് കേട്ടോ. ഇതൊന്നും ഇങ്ങനെ എടുത്തുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത സംഭവം വരും. മൊത്തം ഇതിൽ 20 പീസാണ് ഉള്ളത് കേട്ടോ. പാത്രങ്ങളൊക്കെ നമുക്കിതാ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മളെ കിച്ചൺ സ്ലാബൊക്കെ നമുക്ക് തുടച്ചിട്ട് വൃത്തിയാക്കാനും പറ്റും. പിന്നെ ഇത് അഴുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കഴുകിയിട്ട് നമുക്കിത് പിന്നെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമുക്ക് ചുമരിലൊക്കെ തൂക്കിടാൻ പറ്റിയിട്ടില്ല ഒരു അടിപൊളി സംഭവമാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ആദ്യം ഇതിൻ്റെ സ്റ്റിക്കർ നമ്മളിങ്ങനെ പറിച്ചിട്ട് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ചുമരിൽ നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചു വെക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഇത് കൈയിട്ടിട്ട് നല്ല ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴുള്ളത് ഫിക്സ് ആയിട്ടിരിക്കുക. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ഫിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് വേണം നമ്മൾ നന്നായിട്ട് ഇത് ഫിക്സ് ആക്കി വെക്കാൻ. ഇനി നമ്മളിതാ നമ്മളെ കിച്ചണിൽ ഇങ്ങനത്തെ കിച്ചൺ ടവലൊക്കെ ഉണ്ടാവില്ലേ, ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിവിടെ ഫിക്സ് ആയിട്ടിരുന്നോളൂ കേട്ടോ. ഇനി അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഇതുപോലെ നല്ലൊരു അടിപൊളി മോപ്പാണ് കേട്ടോ. കണ്ടോ, നല്ലൊരു സ്റ്റൈലൻ മോപ്പാണ്. ഈ മോപ്പ് നമുക്ക് വരുന്നത് 4 പീസായിട്ടാണ് കാര്യം. പക്ഷെ അത് ഫിക്സ് ചെയ്യാനുള്ള സംഗതിയൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ നമുക്കിതാ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാവും ഇതിൻ്റെ കൂടെ. ഇത് നമ്മളിതിവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഞാനിത് അവിടെ ഇങ്ങനെ ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല റെഡി ആയിട്ട് ഫിക്സ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഉണ്ടാവും കേട്ടോ. ഇതിൽ നമ്മൾ വെള്ളം നിറക്കണം. വെള്ളം അതിൽ ലൈസോളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നിറച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെ ഇത് ഫിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. നമ്മളിതിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ലൈസോൾ ഒഴിക്കാം കേട്ടോ. അത്യാവശ്യം കുറച്ച് ലൈസോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മൂടി എടുത്തിട്ട് നന്നായിട്ട് അടച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ബോട്ടിലുണ്ടല്ലോ, നമ്മൾ ഈ മോപ്പിൻ്റെ ഈ ഒരു ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ ഫിക്സ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ തുടപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടേ നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ നോക്ക്, ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറ്റും. കണ്ടോ, എന്നിട്ട് ഇതിങ്ങനെ തുടച്ച് കൊടുത്താൽ നല്ല ഈസി ആയിട്ട് ക്ലീൻ ആവും കേട്ടോ. പിന്നെ നമ്മൾ മോപ്പുണ്ടല്ലോ എല്ലായിടത്തേക്കും തിരിയണ കാരണം കൊണ്ടേ നമുക്ക് ഈ ഷോഫൊക്കെ ഉണ്ടാവില്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതൊക്കെ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു മോപ്പിൻ്റെ കൂടെ നമുക്കിതാ ഇതുപോലത്തെ ക്ലോത്തുകൾ വാങ്ങിക്കാനും കിട്ടും കേട്ടോ. എക്സ്ട്രാ നമുക്ക് നമ്മുടെ മോപ്പിൻ്റെ ആ ഫാബ്രിക് കേടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സംഭവം വാങ്ങിക്കാനും കിട്ടും. അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് ഇതുപോലെ കൈമുട്ട് വരെ ഇറക്കമുള്ള ഒരു ഗ്ലൗസാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ ഞാനൊക്കെ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്നത് കുറച്ച് കട്ടിയുള്ള ഗ്ലൗസാണ്. പക്ഷേ ആ ഗ്ലൗസ് നമുക്ക് കയ്യിൻ്റെ ഒരു ഞെരിയാണി വരെ ഉള്ളൂ അതുണ്ടാവുക. അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ വാഷിംഗ് മെഷീനിലൊക്കെ കൈ മുക്കുമ്പോൾ പിന്നെ തിരുമ്പാണെന്നുണ്ടെങ്കിൽ തിരുമ്പുന്ന ബക്കറ്റിൽ ഇങ്ങനെ കൈ മുക്കുമ്പോഴൊക്കെ കയ്യിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് കണ്ടോ, ഈ ഗ്ലൗസ് നമ്മളെ കൈമുട്ടിൻ്റെ എൻ്റെ കൈ ചെറുതായി കാരണം കൊണ്ട് എൻ്റെ കൈമുട്ടിൻ്റെ മുകളിലേക്ക് ഉണ്ട്. നിങ്ങൾക്കിത് നല്ല കുറച്ച് വലിയ കൈയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അലാസ്റ്റിക് ഉണ്ട്. കണ്ടോ, അലാസ്റ്റിക് ഉള്ള കാരണം കൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്ന് കൈ ഇങ്ങനെ അലക്കുമ്പോൾ ബക്കറ്റിൽ അമർത്തി മുക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ തുടക്കുമ്പോഴൊക്കെ കൈയൊക്കെ അമർത്തി മുക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറില്ല. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മളെ കൈ പോലെ തന്നെ പിന്നെ നല്ല ഫ്ലെക്സിബിളായ മെറ്റീരിയലാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഗ്ലൗസുകൾ ഉപയോഗിച്ചിട്ട് ശീലമുള്ള ആൾ എന്നുള്ള നിലക്ക് ഇതൊക്കെ കറക്റ്റായി പറയാൻ പറ്റും. നല്ല ഫ്ലെക്സിബിളായ മെറ്റീരിയൽ, നമുക്ക് നമ്മളെ കൈ പോലെ തന്നെ എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കൈയിൻ്റെ സോപ്പിൻ്റെ അലർജി ഉള്ളവർക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ സോപ്പിൻ്റെ അലർജി ഉള്ള ആളുകൾ ഒക്കെ നമ്മളിത് ഈ കൈയ്യൊക്കെ നല്ല വൃത്തിയിൽ കുറേയൊക്കെ പ്രായമാകുമ്പോൾ നമ്മൾ കയ്യിന് പ്രായമാവില്ല. കയ്യിന് പ്രായമാവാതിരിക്കാൻ നമ്മളെപ്പോഴും
ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് പാത്രം കഴുകുക, അലക്കുക, തുടക്കുക, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഗ്ലൗസ് ഇട്ട് ചെയ്താൽ നന്നായിരിക്കും. അത് ഇങ്ങനത്തെ ഒരു ഗ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ, ഗ്ലൗസിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നതിൽ ടെൻഷൻ ഇല്ലാതെ നല്ല ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിലക്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി നോക്കൂ. ഇനി നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് കാണാം കേട്ടോ. നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഉണ്ടാവും കത്തി നമ്മൾ മൂർച്ച കുറയുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ അലക്ക് കല്ലുമ്മലും മറ്റേ അമ്മിക്കല്ലുമ്മലൊക്കെ ഉറക്കൂലേ, അമ്മിക്കല്ലൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് ഇത് കേട്ടോ. ഈ ഒരു സാധനം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കണ്ടോ 1, 2, 3 എന്നുള്ള നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമ്മൾ ആദ്യം 1ാമത്തെ ഇതിലാണ് നമ്മൾ മൂർച്ചയാക്കേണ്ടത്. ഇതാ നമ്മൾ കത്തി എടുത്തിട്ട് ഇതാ ഈ ഒരു സാധനം ഇങ്ങനെ പിന്നിലോട്ട് മാത്രം ഉറക്കുക. ഞാനിതിപ്പോൾ അമർത്തി ഉറക്കുന്നില്ല കേട്ടോ, കാരണം പലരും നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ പല്ല് പുളിപ്പ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു വോയിസ് കട്ടാക്കാം. ഇങ്ങനെ 1ാമത്തെ പ്രാവശ്യം ഇത് ഇങ്ങോട്ട് പിന്നാക്കം മാത്രമേ ആക്കാവൂ, നമ്മൾ മുന്നേക്ക് ആക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ 2ാമത്തേലൂടെ ഇതുപോലെ ഇങ്ങനെ പിന്നേക്ക് ആക്കുക. ഇത് മുന്നാക്ക് ഇങ്ങനെ ആക്കരുത്. നമ്മൾ സാധാരണ കത്തി മുറിച്ചിട്ടുമ്പോൾ ഇങ്ങനെയല്ല ആക്കുക, അങ്ങനെയല്ല. ഇത് പിന്നേക്ക് മാത്രം ഇങ്ങനെ വലിക്കുക. പിന്നെ 3ാമത്തേതിലും ഒരു ഫിനിഷിങ് വരുത്താൻ വേണ്ടിയിട്ട് ഈ 3ാമത്തേലും ഇങ്ങനെ വലിക്കുക. അപ്പോൾ നമ്മൾ കത്തി നന്നായിട്ട് മൂർച്ചയാവും കേട്ടോ. നമ്മൾ ഈ അമ്മിക്കല്ലൊന്നും ഇല്ലാത്തപ്പോൾ, എന്നെ സംബന്ധിച്ച് അമ്മിക്കല്ലും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇത് ഈ ഒരു പൈസക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളായിരിക്കും. കത്തി നമ്മൾ മൂർച്ചയില്ല എന്നുണ്ടെങ്കിൽ കുക്കിംഗ് ചെയ്യാനൊരു ഉഷാറുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കേണ്ട ഒരു സാധനം തന്നെയാണ് കേട്ടോ. അടുത്തത് ഒരു അടിപൊളി മൾട്ടി പർപ്പസ് വെജിറ്റബിൾ കട്ടറാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യാനുള്ള ഭാഗമുണ്ട്, പിന്നെ പീലറും ഉണ്ട് കേട്ടോ. നമുക്ക് വെജിറ്റബിൾസിൻ്റെ ഒക്കെ തൊലി നല്ല ഈസി ആയിട്ട് പീൽ ചെയ്യാൻ പറ്റും. നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ് ഇതിൻ്റെ. പിന്നെ നമുക്ക് ഇതുപോലത്തെ ഇതിൻ്റെ ലോക്ക് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് പയർ, പച്ചമുളക് പോലത്തുള്ള വെജിറ്റബിൾസൊക്കെ അല്ലേ, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കുക്കുമ്പർ വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. നമ്മളെ കയ്യിൽ പയറില്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. പക്ഷേ പയറൊക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരേ അളവിൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടും. നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് ഇത് കേട്ടോ. അടുത്തത് മൾട്ടിപർപ്പസ് ആയിട്ടുള്ള 3 കണ്ടെയ്നറാണ് കാണിക്കാൻ പോണത് കേട്ടോ. ഇത് 3 എണ്ണം ഒരുമിച്ചിട്ടാണ് കിട്ടുക 97 രൂപക്ക്. ഇത് നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാം, പിന്നെ നമ്മൾ വാർഡ്രോബിൽ യൂസ് ചെയ്യാം. അങ്ങനെ മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മളിവിടെ ജ്വല്ലറി, പിന്നെ ലിപ്സ്റ്റിക്ക്, അമ്മാതിരി കാര്യങ്ങളാണ് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ കാണാൻ പോണതേ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് പാത്രമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആയ കാരണം കൊണ്ട് ഇതിന് എത്ര ഞെക്കെ എന്ത് ചെയ്താലും ഇത് കേട് വരില്ല കേട്ടോ. ഇത് നമുക്ക് അരി കഴുകാനും മറ്റൊക്കെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാനിവിടെ റാഗി കഴുകിയിട്ട് പോലും ആ ഓട്ടൻ്റെ ഉള്ളിൽ കൂടി ഇത് മിസ്സാവുന്നില്ല. പക്ഷേ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇതിൻ്റെ വെള്ളം സ്റ്റെയിൻ ചെയ്ത് കളയാനും പറ്റും, വെജിറ്റബിൾസ് കഴുകാൻ പറ്റും. പിന്നെ ഒരുപാട് വർഷമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ വേറൊരു ബോക്സ് ഉണ്ട്, ഞാൻ ഒരുപാട് കാലം യൂസ് ചെയ്യുന്നത്. നമ്മൾ വീണ പൊട്ട് കൂടി ചെയ്യില്ല ഈ പ്ലാസ്റ്റിക്. ഇതും നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. അടുത്ത് നമ്മൾ കാണാൻ പോണതേ നല്ലൊരു സിലിക്കൺ ബ്രഷാണ് കേട്ടോ. ഇത് നമുക്ക് ബോട്ടിലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നല്ല ഉപകാരപ്പെടും. ഞാൻ ഓയിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന ബോട്ടിലാണ് കഴുകുന്നത് കേട്ടോ. നല്ല ഒട്ടിപ്പിടിച്ച സംഭവം കൂടി നമുക്കിങ്ങനെ ഇതുകൊണ്ട് ഒരതി കഴുകിയിട്ടുണ്ടെങ്കിൽ പോകും. കാരണം ഇത് സിലിക്കൺ ആണല്ലോ, നല്ല സോഫ്റ്റായ ബ്രഷാണ്. പിന്നെ നമുക്കിതുകൊണ്ട് ബോട്ടിൽ മാത്രമല്ലാണ്ടേ നമ്മൾ മിക്സിയൊക്കെ ഉണ്ടാവില്ലേ, ഈ മിക്സിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കൈവച്ച് കഴുകാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ. അപ്പോൾ നമുക്ക് ഈ സിലിക്കൺ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ മിക്സിൻ്റെ അകവും അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കഴുകിയിട്ട് നല്ല വൃത്തിയാക്കാൻ പറ്റും കേട്ടോ. അടുത്ത നമ്മൾ പ്രൊഡക്റ്റേ ഇതുപോലത്തെ ഒരു പെട്ടിയാണ് കേട്ടോ. ഇതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ബാത്റൂമിൽ ഒട്ടിച്ചിട്ട് സോപ്പ് എടുത്ത് വെക്കാൻ പറ്റിയ സാധനമാണ്. ഇതിൻ്റെ പിന്നിൽ ഇതുപോലത്തെ സംഭവം നമുക്ക് കിട്ടും കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാത്റൂമിൻ്റെ ചുമരിൽ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലെങ്ങനെ സോപ്പ് വെക്കാൻ ഞാൻ കാണിച്ചു കേട്ടോ. നമ്മളിത് ഇതുപോലെ ചുമരിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സോപ്പ് ഇട്ട് വെക്കാം കേട്ടോ. സോപ്പ് ഇട്ട് വെച്ചിട്ട് ഇതിങ്ങനെ അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സോപ്പിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വെള്ളം ഇറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഈ സോപ്പ് കേസ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ബാത്റൂമിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണിത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ കൂട്ടുകാർക്കും ഞാനിന്ന് പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റൊക്കെ ഇഷ്ടപ്പെട്ടാവുമെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നമ്പറൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിലല്ലാണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റും അതല്ലാതെ അവരുടെ പേജിൽ ഇതല്ലാതെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇനിയുണ്ട്. നമുക്ക് കണ്ടാൽ ഇഷ്ടം തോന്നുന്ന നല്ല ക്യൂട്ടായി പ്രോഡക്റ്റുകൾ. അപ്പോൾ എല്ലാവരും വാങ്ങിച്ചിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കി വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.